ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരും പരിപാടി? സുഖമായിരിക്കുന്നോ? ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഓണത്തിൻ്റെ തലേന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന്, അതായത് ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഒരു പൂജയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എല്ലാവരും വരുവേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ രാവിലെ 9 മണിക്കാണ് അവിടെ പൂജ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് അവർ പോവുക കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ് ഞാനും മക്കളും. അപ്പോൾ നൈനൂന് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവളെ ഹോസ്പിറ്റലൊന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും നൈനും കൂടി അത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും തക്കുടും കൂടി റബ്ബർ ഷീറ്റ് ഉണക്കാണ് കേട്ടോ. ഇന്നലെ അടിച്ച ഷീറ്റാണ്. തക്കുട് പിന്നെ പൂവൊക്കെ പറിച്ച് വെക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അലക്കിയിട്ടത്, അതും കൊണ്ട് ഉണക്കി. ഇന്ന് നല്ല മഴക്കാറാണ്, നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പൂവൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ മക്കളും ഉണ്ട് ഹെൽപ്പിന്. അധികം പൂവൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 തരം ചെണ്ടുമല്ലി, അരളി, പിന്നെ കുറച്ച് റോസാപ്പൂ, അങ്ങനെ കുറച്ച് പൂവ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഇല മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര നടുവേദനയായിപ്പോയി. അപ്പോൾ പിന്നെ അധികം പൂവൊന്നും പറിക്കാൻ നിന്നില്ല. പിന്നെ കുറച്ച് ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനും അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുറച്ച് മട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഷർട്ട് ഇടാതെ ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദോശ ബാക്കിയാക്കി വെച്ചത് ഒരാള്. എൻ്റെ കാലിയായിപ്പോയി, സോറി. പോയേ ബൈ ബൈ, സീ യു. ഇത് തിരുവോണ ദിവസം രാവിലത്തെ വീഡിയോ. കുറച്ച് വെളിച്ചം വരട്ടെന്ന് വിചാരിച്ച് കാത്തിരുന്ന് അവസാനം രാവിലെ 5:45 6 മണിയായിട്ടോ അത്തം ഇട്ടത്. എല്ലാവരും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അത്തമൊക്കെ ഇടാൻ തുടങ്ങും. ഞങ്ങളങ്ങനെയല്ല, അത്തമൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോവുക. രാവിലെ മിക്കവാറും ദോശയും ചിക്കനും തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ചിക്കനും ദോശയും തിന്ന് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ തൊടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൂവിന് ചോറ് കൊടുക്കാമെന്നൊക്കെ പറയില്ലേ, എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്ര ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും തക്കുട് പറഞ്ഞു, അച്ഛാ പൂവിട്ടത് പോരാ, നമുക്ക് കുറച്ച് വലുതാക്കണം കേട്ടോ. പിന്നെ എല്ലാവരുടെ പനിയും ജലദോഷമൊക്കെ കഴിയുമ്പോഴേക്കും അവസാനം എനിക്കും ചെറിയൊരു തൊണ്ടവേദനയും ചുമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സ്കാർഫും കെട്ടി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ അവസാനം കുറച്ച് ഭാഗത്തേക്ക് പൂ തികഞ്ഞില്ല. പിന്നെ പറിച്ചുകൊണ്ട് വന്ന് ഒപ്പിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ പൂവ് തികയാണ്ടായപ്പോൾ ഞാൻ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഇതിൻ്റെ ഡിസൈനിൻ്റെ മുകളിലും ഓരോ ശംഖുപുഷ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. നിലവിളക്ക് കത്തിക്കാത്ത മതി. അപ്പോൾ തിരുവോണ ദിവസത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന എല്ലാവരും വരും കേട്ടോ. അപ്പോൾ അവർക്ക് ചായ, ദോശ, ചിക്കൻ ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ പ്രാവശ്യം കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവരൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ പൊടി പൂരാണ്. നൈനു കുറച്ച് നേരം മുറിച്ച് തന്നിട്ട് കേട്ടോ. ചക്കരക്കുട്ടി എല്ലാ വർഷവും ഓണത്തിന് വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തിൽ കിടന്നുറങ്ങുന്നതാണ് കേട്ടോ തക്കുടു. അപ്പോൾ എൻ്റെ വീഡിയോ ആരും എടുത്തു തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പം ചേച്ചി അനിയത്തി ഇതാ അവിടെ ഇരുന്ന് അവരുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോകാത്തതിൻ്റെ കാരണം പറഞ്ഞില്ലല്ലോ. അവിടെ ഇച്ചൂട്ടനും പാച്ചൂട്ടനും പനിയാണ്. അപ്പോൾ നൈനു ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതല്ലേ ഉള്ളൂ. ഇനിയും പനി പിടിപ്പിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 വർഷമായി. ഇതുവരെയും ഞാൻ ഓണത്തിന് പോകാതിരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ വൈകുന്നേരം ആയപ്പം തക്കുട് പറഞ്ഞു, എന്തായാലും എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ്റെ കുഞ്ഞമ്മേൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ ഞങ്ങൾ. ഈ ഡ്രസ്സ് എൻ്റെ ബ്രദർ വാങ്ങിക്കൊടുത്ത കേട്ടോ മക്കൾക്ക്. ഇതന്ന് ഞങ്ങൾ തൃശ്ശൂർ പോയില്ലേ അപ്പോൾ വാങ്ങിയ ഡ്രസ്സാണ്.
ഏട്ടനിട്ടത് ഞാനന്ന് ബർത്ത്ഡേക്ക് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതാണ് ഏട്ടൻ്റെ കുഞ്ഞമ്മേൻ്റെ വീട്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ. ഞാനൊരു പഴയ ധാവണിയാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.